Hello, all of you. Welcome to iFree Education. So, ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ CSER ജൂൺ എക്സാമിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും എല്ലാവരും അല്ലെ. മോസ്റ്റ് ഓഫ് ദ പോർഷൻസ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയസിൽ നിന്ന് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ജൂൺ 26 ലൈവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള എക്സാമുകളിലെല്ലാം ഒരുപാട് ചോദിക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോയത്. സോ ഓൾ ഓഫ് യു വെൽക്കം ടു ദിസ് വീഡിയോ. This is very helpful for your CSER UGC net preparation and also for ICAR net and also DBT like that. And ഒരുപാട് എക്സാമുകളിൽ ചോദിക്കുന്ന റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Anyway, first of all, we are focusing about CSER UGC net June 2026 നമ്മൾ ഇന്റഗ്രേറ്റഡ് ബാച്ചുകളിലേക്ക് മറ്റൊക്കെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. So the admissions are that is the admissions are mainly focusing on GRF track X batch. Already നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് X1, X2, X3 ബാച്ചുകളിലേക്കാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു 1 ഇയർ കൊണ്ടോ 2 ഇയർ കൊണ്ടോ 3 ഇയർ കൊണ്ടൊക്കെ CSER UGC നെറ്റിന്റെ പ്രിപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു GRF ട്രാക്ക് X ബാച്ചുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു ഫ്രഷർ ആയിട്ടുള്ള ആളാണ്, ഒരുപാട് ഗ്യാപ്പ് ഉള്ള ആളാണ്, യു വാണ്ട് ടു സ്റ്റഡി ഫ്രം ദ ബേസിക്സ് ഓഫ് CSER ലൈഫ് സയൻസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പഠിക്കാനും ഒരുപാട് സമയം എടുത്തിട്ടും അതുപോലെ ഡീപ്പായിട്ട് CSER നമ്മുടെ ലൈഫ് സയൻസ് സിലബസുകൾ പഠിച്ചിട്ടും ഒക്കെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാച്ചുകളാണ് നമ്മുടെ ഈ ഒരു GRF ട്രാക്ക് X ബാച്ച് എന്ന് പറയുന്നത്. So what are the main features of this batches? 24 hours emotional and technical system ആയിട്ടുള്ള ഇമോടെക് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മെന്റേഴ്സ് ആണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്യൂസും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ 24 hours നമ്മൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യു ഹാവ് ഡെയിലി അസൈൻമെന്റ് ബേസ്ഡ് ഓൺ ദ ഡെയിലി ലൈവ് സെഷൻ. ഓക്കെ, വീക്കിലി 4 to 5 to 6 ഓളം വരുന്ന ലൈവ് സെഷൻസ് നമുക്കുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് ഉണ്ടാവും. വിവിധ സബ്ജക്റ്റുകളിൽ നെറ്റും GRFും ഒക്കെ നേടിയിട്ടുള്ള ട്യൂട്ടേഴ്സിന്റെ മെന്റേഴ്സിന്റെ അവരുടെ എക്സാമിന് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഫോക്കസബിൾ ആയത്, ഹൗ ദേ ഗെറ്റ് GRF തുടങ്ങിയ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ GRF മാസ്റ്റർ ആയിട്ടുള്ള അനീഷ് പൂവത്തി സാറിന് 8 വിഷയത്തിൽ നെറ്റും 2 വിഷയത്തിൽ GRFും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടിപ്പുകളും മറ്റുമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന സിസ്റ്റമാണ് പോഡ്കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെ എത്തി നിൽക്കുന്നു, മന്ത്ലി ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ആക്സസ് എവിടെയൊക്കെ നിങ്ങളുടെ പ്രോഗ്രഷൻ നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ടെക്സ്റ്റുവൽ അനാലിസിസ് നമുക്കറിയാം CSER UGC നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, CSER UGC നെറ്റ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഒരുപാട് എക്സ്ട്രാ റെഫറൻസുകളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ CSER നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ അത്തരം പോർഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, CSER ഡീപ്പായിട്ട് തന്നെ ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ബുക്സ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബുക്കിന്റെ ഓവറോൾ അനാലിസിസ് നിങ്ങൾക്ക് തരുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ യു ഹാവ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ ലൈവ് സെഷൻ ആൻഡ് ഓൾസോ ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ നിങ്ങൾ CSER UGC നെറ്റ് ലൈഫ് സയൻസിന്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് സീക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ജോയിൻ, യു ക്യാൻ കോണ്ടാക്ട് ഫോർ അഡ്മിഷൻ. താഴെ കാണുന്ന അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ
കോണ്ടാക്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഓഫേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ PGയോ അല്ലെങ്കിൽ ഡിഗ്രിയോ BEdോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കോഴ്സിന്റെ ഫീയുടെ 10% ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളൊരു മദർ ആണ് എന്നുണ്ടെങ്കിൽ, if you are a mother, you have 20% off from the course fee. And also നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ 1, 2, 3 ഒന്നിൽ കൂടുതൽ ആളുകൾ ഗ്രൂപ്പ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ you got 30% off. And also if you are alumni of a IF, you get 35% off. സോ ഇത്തരം എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഐഫറിലേക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് we are talking about yes, here is the content which you want to discuss. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലർ ബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ആക്ച്വലി the portion is known as gene regulation. Okay, the portion is known as gene regulation. അപ്പോ നമുക്കറിയാം ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ജീൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്പെസിഫിക് ഏതൊരു ഓർഗാനിസത്തിന്റെയും ജീനോമില് അല്ലെ DNA-ക്ക് നമുക്കറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ഓർഗാനിസത്തിന്റെ വെൽബീങ്ങിനും അതിന്റെ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. എൻസൈംസ് ആയിട്ടും പ്രോട്ടീൻസുകളായിട്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലുള്ള പ്രോട്ടീൻസുകളെ എൻകോഡ് ചെയ്യുന്ന DNA-യുടെ ഒരു ഭാഗത്തെയാണ് നമ്മൾ എപ്പോഴും ജീൻ എന്ന് പറയാ അല്ലെ. അപ്പോ ആ ഒരു ജീനുകള് എക്സ്പ്രസ് ചെയ്യണം, അതായത് ട്രാൻസ്ക്രൈബ് ചെയ്യണം, mRNA ആവണം, എന്നിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതൊരു പ്രോട്ടീൻ ആവുന്നത്. സോ ആ ഒരു എൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾഡ് ഇറ്റ് ആസ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a 2 pathways are there. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു, DNA ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഒരു mRNA ആയിട്ട് മാറുന്നു അല്ലെ. we called it as transcription. that is the first stage of a gene regulation. second stage എന്ന് പറയുന്നത് ഈ ഒരു mRNA-നെ റീഡ് ചെയ്തുകൊണ്ട് we have to get the protein. എന്താണോ ആ ഒരു ജീനിനെ എൻകോഡ് ചെയ്യുന്ന പ്രോട്ടീന്, ആ ഒരു പ്രോട്ടീൻ ആയിട്ട് അത് മാറുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയാ. സോ ഈ രണ്ട് പ്രോസസ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓവറോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജീൻ എക്സ്പ്രഷനെ പല രീതിയിൽ പല സ്റ്റേജസിൽ റെഗുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ജീനുകൾ തന്നെ പല രീതിയിലുള്ള ജീനുകൾ ഉണ്ട് നമുക്കറിയാം അല്ലെ. വി ഹാവ് 2 kinds of gene. വി ഹാവ് ഹൗസ് കീപ്പിംഗ് ജീൻസ്, നമുക്ക് ഹൗസ് കീപ്പിംഗ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്. അതുപോലെ തന്നെ വി ഓൾസോ ഹാവ് റെഗുലേറ്റഡ് ജീൻസ് അല്ലെ. റെഗുലേറ്റഡ് ആയിട്ടുള്ള ജീൻസുകളും ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ആയിട്ടുള്ള ജീൻസുകളുണ്ട്. ഹൗസ് കീപ്പിംഗ് ആയിട്ടുള്ള ജീൻസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ഒരു യൂക്കാരിയോട്ടിക് ഓർ സ്പെസിഫിക് ഓർഗാനിസത്തിന്റെ ലൈഫ് ലോങ് ആവശ്യമുള്ള സാധനമായിരിക്കും. പ്രിക്കാരിയോട്ടിക് യൂക്കാരിയോട്ടിക്കിൽ ലൈഫ് ലോങ് എപ്പോഴും ആ ഒരു ഓർഗാനിസത്തിന് എക്സ്പ്രസ് ചെയ്യേണ്ട പ്രോട്ടീൻസുകളെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് പ്രോട്ടീൻസ്. അപ്പൊ ആ ഒരു ഹൗസ് കീപ്പിംഗ് പ്രോട്ടീൻസുകളെ എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്ന് പറയാ. പക്ഷേ ചില പ്രത്യേക ആവശ്യങ്ങളിൽ മാത്രം നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ജീനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെഗുലേറ്റഡ് ജീനുകൾ എന്ന് വിളിക്കുന്നത്. സോ വി ഹാവ് ദ ഹൗസ് കീപ്പിംഗ് ജീൻ ആൻഡ് ഓൾസോ വി ഹാവ് ദ റെഗുലേറ്റഡ് ജീൻ. അപ്പോ ഈ റെഗുലേറ്റഡ് ജീനുകളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹൈലി റെഗുലേറ്റഡ് ആയിരിക്കും. ഡിഫറെന്റ് റെഗുലേറ്ററി മെക്കാനിസംസ് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു മെക്കാനിസം ആണ് നമ്മൾ ഈ ഒരു ജീൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. സോ വെൻ വി ഫോക്കസിങ് ഓൺ എ ജീൻ റെഗുലേഷൻ, നമ്മളൊരു ജീൻ റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ്, നമുക്കിപ്പോൾ CSIR-ന്റെ ബേസിസിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ജീൻ റെഗുലേഷൻ ആണ് പഠിക്കാനുള്ളത്. The first one is the viral gene regulation. Viral gene regulation നമുക്ക് പഠിക്കാനുണ്ട്. Viral gene regulation എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താണ്, ബാക്ടീരിയോഫേജ് ഒരു ലാംഡാഫേജിന്റെ ഒരു റെഗുലേഷൻ ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ വി ഹാവ്
ബാക്ടീരിയൽ ജീൻ റെഗുലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ബാക്ടീരിയൽ ജീൻ റെഗുലേഷനിൽ CSER എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ലാക്ടോപ്രോൺ ആയിരിക്കും, അതായത് ലാക്ടോസ് മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള ജീനുകളുടെ എക്സ്പ്രഷന്റെ റെഗുലേഷൻ ആണ്. അതുപോലെ തന്നെ വി ഹാവ് ട്രിപ്റ്റോഫാൻ ഒപ്രോൺ ആൻഡ് ഓൾസോ വി ഹാവ് അറാബാഡ് ഒപ്രോൺ. ഈ രീതിയിലുള്ള ഒരു ഓപ്രോൺ അല്ലെങ്കിൽ ജീൻ റെഗുലേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ പ്രൊകാരിയോട്സിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ വി ഹാവ് യൂകാരിയോട്ടിക് ജീൻ റെഗുലേഷൻ. അപ്പൊ ഈ മൂന്ന് കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് CSER എപ്പോഴും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏകദേശം 15 വർഷത്തെ പരീക്ഷകളുണ്ട്. അതായത് നമുക്ക് CSER 2011 മുതൽ ഏകദേശം 34ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കറിയാം. അപ്പൊ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 110+ ക്വസ്റ്റ്യൻസോളം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ജീൻ റെഗുലേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബാക്ടീരിയൽ ജീനിൽ നിന്നാണ്. ഏകദേശം 40+ ക്വസ്റ്റ്യൻസ് ഈ 15 വർഷം കൊണ്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അതായത് എല്ലാ വർഷം ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വൈറൽ ജീൻ റെഗുലേഷൻ ആണെങ്കിൽ that is 29+ questions ഉണ്ട്, അതും എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ യൂകാരിയോട്ടിക് ജീൻ റെഗുലേഷൻ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് 70+ questions. 60+ questions ഇവിടെയും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ മൂന്ന് ഏരിയാസിൽ നിന്നും CSER കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. So here we are focusing on a lactopron system. Okay, lactose metabolism related ആയിട്ടുള്ള ഒരു ജീൻ പ്രശ്നമാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. So you can see here the question. Okay, in the screen നിങ്ങൾക്ക് question കാണാൻ പറ്റും അല്ലേ? The question is a mero-diploid strain of E. coli. ഇവിടെ നമ്മൾ E. coli ബാക്ടീരിയയുടെ mero-diploid strain-നെ നമുക്ക് തന്നിട്ടുണ്ട്. So first of all you need to know what is a mero-diploid അല്ലേ? Mero-zygotic diploidകൾ നമുക്കറിയാൻ പറ്റും. ലാക്ടോപ്രോൺ സിസ്റ്റം, ലാക് ഒപ്രോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒപ്രോൺ എന്ന് പറയുന്ന ബാക്ടീരിയൽ ജീൻ റെഗുലേഷൻ സിസ്റ്റം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ജേക്കബ് ആൻഡ് മോണോഡ് ആണ് അല്ലെ? ജേക്കബ് ആൻഡ് മോണോഡ് ആണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തുന്നത്. സോ അവര് ഇത് കണ്ടെത്തിയ സമയത്ത് ഒരുപാട് എക്സ്പെരിമെന്റ് അവർ കണ്ടക്ട് ചെയ്തു. വിവിധ തരത്തിലുള്ള മ്യൂട്ടേഷൻ മെക്കാനിസംസ് അവർ കണ്ടക്ട് ചെയ്തു. അങ്ങനെയാണ് അവരൊരു ഒപ്രോൺ സിസ്റ്റത്തിനെ കണ്ടെത്തുന്നത്. ദാറ്റ് മീൻസ് ഒരു ഒപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രോട്ടീനിന്റെ പ്രോട്ടീന്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ജീനിന്റെ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ഒപ്രോൺ എന്ന് പറയും. അപ്പൊ ഒപ്രോണിനെ നമുക്ക് മെയിൻ ആയിട്ട് വി ഹാവ് എ ഓപ്പറേറ്റർ സിസ്റ്റം, ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ വി ഹാവ് എ പ്രൊമോട്ടർ റീജിയൻ ആൻഡ് വി ഹാവ് എ സ്ട്രക്ചറൽ ജീൻസ്. ഓക്കെ, സ്ട്രക്ചറൽ ജീനുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഒരു ഓപ്രോൺ സിസ്റ്റം എന്ന് പറയുക. അപ്പൊ ഈ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്ന രണ്ടാളുകൾ മേ ബി ബൈൻഡ് ചെയ്യുന്നത് ഒരു ആക്ടിവേറ്റ് പ്രോട്ടീൻ ആവാം, അല്ലെങ്കിൽ ഒരു റെപ്രസർ പ്രോട്ടീൻ ആവാം. ഇതാണ്. അപ്പൊ ആക്ടിവേറ്റ് പ്രോട്ടീൻ ആണെങ്കിൽ അവിടെ ജീൻ ഓൺ ആവുന്നതായിരിക്കും. റെപ്രസർ പ്രോട്ടീൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ സ്പെസിഫിക് ജീനിനെ ഓഫ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഓപ്രോൺ സിസ്റ്റം എന്നാണ് ജേക്കബ് ആൻഡ് മോണോഡ് പറഞ്ഞത്. അപ്പൊ അവര് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ലാക്ടോപ്രോൺ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു മീറോസൈഗോട്ടിക് ഡിപ്ലോയിഡ് ആണുള്ളത്. ഒരു മീറോസൈഗോട്ടിക് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബാക്ടീരിയ. ഇതൊരു ഈക്കോളൈ ബാക്ടീരിയ ആണ്. ഈക്കോളൈ ബാക്ടീരിയക്ക് ഓൾറെഡി ദേ ഹാവ് എ ബാക്ടീരിയൽ ജീനോം ഉണ്ടാവും അല്ലെ? കോവാലന്റ് ക്ലോസ്ഡ് സർക്കുലർ ആയിട്ടുള്ള ബാക്ടീരിയൽ ജീനോം ഇവർക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു ബാക്ടീരിയൽ ജീനോം ഇവർക്ക് ഉണ്ടായിരിക്കും. ബിയോണ്ട് ദിസ് ബാക്ടീരിയൽ ജീനോം വി ഓൾസോ ഹാവ് F- പ്ലാസ്മിഡ് അല്ലെ? ഇത് കൂടാതെ ഇവർക്ക് എന്തും കൂടി ഉണ്ടാവും, ദേ ഹാവ് ഒരു F- പ്ലാസ്മിഡും കൂടി ഉണ്ടാവും. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു F- പ്ലാസ്മിഡും കൂടി ഇവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണ് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് എ
മീറോ ഡിപ്ലോയിഡ് സ്ട്രെയിൻ എന്ന് പറയും കേട്ടോ. ഈ ഈക്കോളി ബാക്ടീരിയയുടെ മീറോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഈക്കോളി ബാക്ടീരിയ ആണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മീറോ ഡിപ്ലോയിഡ് ബാക്ടീരിയയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എഫ് പ്ലാസ്മിഡിൽ കാണിച്ചിട്ടുള്ള, അതായത് ലാക്കോപ്രോണിന്റെ കേസ് മാത്രമാണ് കേട്ടോ, ബാക്കിയുള്ള ജീനുകളുടെ കേസ് ഒന്നും ഇവിടെ പറയുന്നില്ല. ലാക്കോപ്രോണിന്റെ കേസിൽ എഫ് പ്ലാസ്മിഡിൽ എന്തുണ്ട്, ലാക്കോപ്രോണിനെ എൻകോഡ് ചെയ്യുന്ന ജീനുകൾ ഉണ്ട്. അപ്പൊ ആ ജീനിന്റെ കേസിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മ്യൂട്ടേറ്റഡ് ആണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് മ്യൂട്ടേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാഗ് സെഡ് അല്ലെ, ലാഗ് സെഡ് ജീൻ എന്ന് പറയുന്നത് ബീറ്റ ഗലക്ടോസിഡേസിനെ എൻകോഡ് ചെയ്യുന്ന ജീനാണ്. ഇത് ആക്ച്വലി മ്യൂട്ടേറ്റഡ് ആണ്. അതുപോലെ തന്നെ പെർമിയസ് വൈ എന്ന് പറയുന്ന ജീന് പെർമിയസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുന്നത്. പെർമിയസ് പക്ഷെ എന്താണ് ഇവിടെ നോർമൽ കേസ് ആണ് അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പ് ആണ്. ഇതാണ് എഫ് ഡാഷ് പ്ലാസ്മിഡിലെ ലാക്കോപ്രോണിന്റെ ഒപ്രോണിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ബാക്ടീരിയൽ ജീനോമിന്റെ കേസിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഓപ്പറേറ്റർ, വൈൽഡ് ടൈപ്പ് ഓപ്പറേറ്റർ ഉണ്ട്, വൈൽഡ് ടൈപ്പ് സെഡ് അതായത് ബീറ്റ ഗലക്ടോസിഡേസ് ജീൻ ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് പെർമിയേസും നമുക്ക് വൈൽഡ് ടൈപ്പിലാണ് കാണുന്നത് കേട്ടോ. അപ്പോ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഏജി ആണ്, സെഡ് എന്ന് പറയുന്നത് ബീറ്റ ഗലക്ടോസിഡേസ് എന്ന് പറയുന്ന വേറൊരു എന്താ പറയാ എൻസൈം ആണ്, വൈ എന്ന് പറയുന്നത് പെർമിയേഴ്സ് ആണ്. ബീറ്റ ഗലക്ടോസിഡേസിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിന്റെ ഒരു ഐസോമറൈസേഷൻ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. പെർമിയേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഈക്വളി വളരുന്ന മീഡിയത്തിൽ എവിടെയാണോ ലാക്ടോസ് ഉള്ളത് ആ ലാക്ടോസിനെ സെല്ലിന്റെ പുറത്തൊന്നും ലാക്ടോസിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെല്ലിനകത്തേക്ക് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടർ ആണ് ആര്, പെർമിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലാക്കോപ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള മീറോ ഡിപ്ലോയിഡിന്റെ ബാക്ടീരിയൽ ജീനോമിന്റെ കണ്ടീഷനും അതുപോലെ തന്നെ എഫ് ഡാഷ് പ്ലാസ്മിഡിന്റെ കണ്ടീഷനും നമ്മൾ ഇവിടെ നോട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മീറോ ഡിപ്ലോയിഡ് സ്ട്രെയിനിന് നമ്മൾ എന്ത് ചെയ്തു, we have to develop, നമ്മൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു. The activity of beta galactosidase enzyme was measured. ഓക്കെ, അങ്ങനെ ഇവരിൽ എന്ത് ചെയ്തു, നമ്മൾ ബയോകെമിക്കൽ ആക്ടിവിറ്റി, ബയോകെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബീറ്റ ഗലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ടിവിറ്റി ഇവിടെ അവര് ട്രേസ് ചെയ്തു, മെഷർ ചെയ്തു. അപ്പോ ദാറ്റ് ഈസ് ട്രെയിൻഡ് അപ്പോൺ ഫോളോയിങ് ട്രീറ്റ്മെന്റ്സ്, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് there is no induction അല്ലെ, ഇൻഡക്ഷൻ അതായത് ഈ ലാക്കോപ്രോണിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല, അതാണ് എ എന്ന് പറയുന്നത്. ബി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് IPTG എന്ന് പറയുന്ന ബയോകെമിക്കൽ ഒരു കെമിക്കൽ സാധനം അവർ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് മോൾ ഓഫ് ലാക്ടോസിന് ആഡ് ചെയ്ത് കൊടുത്തു സി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റില്. ഡി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റില് അവര് ഇൻഡ്യൂസ് ചെയ്തു. അപ്പോ ഇൻഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എ മാത്രമാണ്, എയിൽ അവര് ഇൻഡ്യൂസ് ചെയ്തിട്ടില്ല. ബിയുടെ കണ്ടീഷനിൽ IPTG മാത്രം കൊടുത്തു. സിന്റെ കേസിൽ ലാക്ടോസ് മാത്രമാണ് കൊടുത്തത്. ഡി എന്ന് പറയുന്ന കേസിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ലാക്ടോസിനെ അവർ ആഡ് ചെയ്ത് കൊടുത്തു. ലാക്ടോസ് മാത്രമായിരുന്നില്ല, ഒരു സ്പെസിഫിക് മോൾ ഓഫ് ഗ്ലൂക്കോസും ആ മീഡിയത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4 കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 കണ്ടീഷൻസിലും കറക്റ്റ് ആയിട്ട് ബീറ്റ ഗലക്ടോസിഡേസിന്റെ ആക്ടിവിറ്റി ഏത് ഗ്രാഫിലാണ് കാണിക്കുന്നത് എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഇവരുടെ ജീനോം അല്ലെങ്കിൽ എഫ് ഡാഷ് പ്ലാസ്മിഡുകളുടെ ലാക്കോപ്രോണിന്റെ ഈ ഒരു സ്പെസിഫിക് ഭാഗങ്ങളുടെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ ബാക്ടീരിയൽ ജീനോമിൽ നോർമൽ കണ്ടീഷൻ ആണ് അല്ലെ, കാരണം ഓപ്പറേറ്ററും അതുപോലെ തന്നെ Z+ഉം Y+ ഒക്കെ ഒരു കുഴപ്പമില്ല. എഫ് ഡാഷ് പ്ലാസ്മിഡിന്റെ കേസിലാണെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കണ്ടീഷനും ആണുള്ളത്. ഓക്കെ,
അപ്പൊ ഇവിടെ OC-Z- എന്ന് പറയുന്ന F ഡാഷ് പ്ലാസ്മിഡിന്റെ കേസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ് കണ്ടീഷൻ വരുന്നത്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂട്ടീവ് കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു ഓപ്പറേറ്റർ റീജിയനിൽ റെപ്രസർ വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്പെസിഫിക് സീക്വൻസിൽ എന്തോ പ്രശ്നങ്ങൾ പറ്റിയിരിക്കും, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോ ലാക്ക് റെപ്രസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്ററിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഓപ്പറേറ്റർ റീജിയൻ എപ്പോഴും ഫ്രീ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ RNA പോളിമറേസിന് എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേറ്ററിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യാം. ഇത് നമ്മൾ F ഡാഷ് പ്ലാസ്മിഡിന്റെ കേസിൽ ഉള്ള ഒരു കണ്ടീഷൻ ആണ്. ഇവിടെ നമുക്ക് ഓപ്പറേറ്റർ ഉണ്ട്, ആ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്. ഇവിടെ നമുക്ക് പ്രൊമോട്ടർ ഉണ്ടാവും, ഇവിടെ നമുക്ക് Z- ആണുള്ളത്, ഇവിടെ Y+ കണ്ടീഷൻ ആണുള്ളത്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ there is no repression അല്ലെ, ഇവിടെ ആരില്ല, റെപ്രസർ വന്നിട്ട് ബൈൻഡ് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് തന്നെ RNA പോളിമറേസ് ഇത് അവിടെ വന്നിങ്ങനെ ബൈൻഡ് ചെയ്യും, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഈ Z ട്രാൻസ്ക്രൈബ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ബീറ്റ ഗലക്ടോസിഡേയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. Y+ ഇവിടെ ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള പെർമിയേസിനെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് പ്ലാസ്മിഡിന്റെ ഭാഗത്ത് ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കോപ്പി ബാക്ടീരിയൽ ജീനോമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേറ്റർ ഫ്രീ ആണ്. അപ്പൊ ഇവിടെ കേസിൽ there is no induction. ഇപ്പൊ ഫസ്റ്റ് കേസിൽ ഇൻഡക്ഷൻ ഇല്ലാത്ത കണ്ടീഷൻ ആണ് അല്ലെ, there is no induction. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇൻഡ്യൂസറിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, ലാക്കോപ്രോൺ ഓൺ ആയിരിക്കും. ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ഇവർ ഓൺ ആയിരിക്കും. അല്ല, ഇഫ് there is no ഇൻഡ്യൂസർ, ഇൻഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലാക്കോപ്രോൺ ഓഫ് ആയിരിക്കും അല്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഓരോ കണ്ടീഷനിൽ എന്താ സംഭവിക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണ്, വി ആർ ഫോക്കസിങ് ബാക്ടീരിയൽ ജീനോമിന് ഇവിടെ നമ്മൾ എഴുതുന്നുണ്ട്. ആൻഡ് ഓൾസോ F ഡാഷ് പ്ലാസ്മിഡിന്റെ കണ്ടീഷനും നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. ബാക്ടീരിയൽ ജീനോം ഇവിടെ ഉണ്ട്, F ഡാഷ് പ്ലാസ്മിഡ് ഇവിടെ ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ there is no induction അല്ല, ഇൻഡക്ഷൻ ഇല്ല. ഇവിടെ നമുക്ക് there is no inducer, അതാണ് A എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പൊ വിത്തൗട്ട് ആൻ ഇൻഡ്യൂസർ ഇല്ലാതെ ലാക്ക് റെപ്രസർ എവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും, ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് നമ്മുടെ ഓപ്പറേറ്റർ ഫ്രീ അല്ല അല്ലെ. കാരണം ബാക്ടീരിയൽ ജീനോമിന്റെ കേസിൽ ഇവിടെ ഓപ്പറേറ്റർ ഉണ്ടാവില്ല, സോറി, ഓപ്പറേറ്റർ ലാക്ക് റെപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റർ ഇവിടെ ഫ്രീ അല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും ഇല്ല. ഇനി F ഡാഷ് പ്ലാസ്മിഡിന്റെ കേസിലാണെങ്കിലോ ഇവിടെ നമുക്ക് ബാക്ടീരിയൽ ജീനോമിന്റെ കേസിൽ ഡെഫിനറ്റ്ലി ജീൻ ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസൽ സിന്തസിസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. F ഡാഷ് പ്ലാസ്മിഡിന്റെ കേസിൽ ഓപ്പറേറ്റർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്, പക്ഷെ ഇവരുടെ കേസിൽ ബീറ്റ ഗലക്ടോസിഡേസിന്റെ ആക്ടിവിറ്റി കാണിക്കൂല. കാരണം എന്താ, ബീറ്റ ഗലക്ടോസിഡേസിന്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇവർ കറക്റ്റ് മ്യൂട്ടേഷൻ ഇല്ലാതെ എക്സാക്ട് പ്രോട്ടീൻ ആയിരിക്കണം. അപ്പൊ അതല്ല ഇവിടെ കണ്ടീഷൻ, ഇവിടെ എക്സാക്ട് പ്രോട്ടീൻ അല്ല ഉണ്ടാവുന്നത്, ഇവിടെ നമുക്ക് ഉണ്ടാവുന്നത് ഒരു മ്യൂട്ടേറ്റഡ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല, ജീൻ ഓഫ് ആയിരിക്കും. ഓഫ് എന്ന് പറഞ്ഞാൽ ബേസിൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഏതൊരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് നോ ഇൻഡക്ഷൻ
അല്ലെ? യാതൊരുവിധ ഇൻഡക്ഷൻ ഇവിടെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്നത് there is no inducer എന്നുള്ളതാ. ഇൻഡ്യൂസറിനെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇൻഡ്യൂസർ ആയിട്ട് മെയിൻ ആയിട്ട് ഒന്ന് ലാക്ടോസ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ ലാക്ടോസിന്റെ അപരനായിട്ടുള്ള IPTG നമുക്ക് ആഡ് ചെയ്യാം. ഇത് രണ്ട് ആഡ് ചെയ്താലും എന്ത് സംഭവിക്കും? ഇവിടെ ജീൻ ഓൺ ആവും. ഓക്കെ, ജീൻ ഓൺ ആവും. അപ്പൊ ഇതിൽ ഇൻഡ്യൂസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. അല്ല, ഇൻഡ്യൂസർ ഇല്ലാത്തൊരു കണ്ടീഷനിൽ ഒരിക്കലും എന്തല്ല, there is സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ വരികയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നത് ഒരു ബേസ് ആയിട്ടുള്ള ഒരു സിന്തസിസ് ഉണ്ടാവും. ബേസൽ സിന്തസിസ് ഉണ്ടാവും. ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, there is no zero. സീറോ എന്ന് പറയുന്ന ഒരു സാധനം എന്തുണ്ടാവില്ല, there is no induction എന്ന് പറയുന്ന കണ്ടീഷനിൽ നോർമലി എന്താണ്, ചെറിയ ടൈനി എമൗണ്ട് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് എ കണ്ടീഷനിൽ വരിക. ഇനി ബി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ IPTG ആഡ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ആണ് അല്ലെ. നമ്മളെ അറിയാം IPTG എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂസ് ഇൻഡ്യൂസർ എന്നാണ് വിളിക്കുക നമ്മള്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂസ് ഇൻഡ്യൂസർ എന്നാണ്. അതായത് ഇവരെന്ത് ചെയ്യും, ഇവര് ഡെഫിനറ്റ്ലി റെപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്യും. റെപ്രസറുമായിട്ട് ഇൻഡ്യൂസർ IPTG ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റെപ്രസർ നോൺ ഫങ്ഷണൽ ആവുകയും അവർ ഓപ്പറേറ്ററിൽ നിന്നും പോവുകയും ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, RNA പോളിമറേസ് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊമോട്ടർ റീജിയനിൽ വന്നിട്ട് കറക്റ്റ് ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാല്, ദാറ്റ് ഈസ് ഹിയർ എ ട്രാൻസ്ക്രിപ്ഷൻ ആക്ച്വലി എന്തായിരിക്കും, ട്രാൻസ്ക്രിപ്ഷൻ ആക്ച്വലി ഇവിടെ ഓൺ ആയിരിക്കാം മേ ബി. ഓക്കെ, ഓഫ് കണ്ടീഷൻ അല്ല, ബേസിലായിട്ടും അല്ല, അതിനേക്കാൾ കുറച്ച് മുകളിൽ ഇവിടെ IPTG എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ടാവും, ജീന് ട്രാൻസ്ക്രിപ്ഷൻ ഒരുപാട് ഹൈ എമൗണ്ട് ആയിട്ട് നടത്തുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഗ്രാറ്റിറ്റ്യൂസ് ഇൻഡ്യൂസർ ആണ്. ഈ IPTGനെ ആര് യൂട്ടിലൈസ് ചെയ്യില്ല, ബീറ്റ ഗലക്ടോസിഡേസ്, ബീഗാൽ എന്ന് പറയുന്ന ഈ ഒരു എൻസൈം യൂട്ടിലൈസ് ചെയ്യില്ല. എപ്പോഴാണോ നമ്മൾ ലാക്ടോസിനെ ആഡ് ചെയ്യുന്നത്, ആ ലാക്ടോസിനെ ആയിരിക്കും ബീറ്റ ഗലക്ടോസിഡേസ് എന്ത് ചെയ്യുക, അല്ലോ ലാക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, ഏത് ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്കിവിടെ ജീന് ഓൺ ആയിരിക്കും ഇൻ കേസ് ഓഫ് ബാക്ടീരിയൽ ജീനോ. അതുപോലെ തന്നെ ഇവരുടെ കേസിലും എന്തായിരിക്കും, ബി എന്ന് പറയുന്ന കേസിലും ജീന് ഓൺ ആയിരിക്കും. ഓക്കെ, ജീൻ ഓൺ ആയിരിക്കും. പക്ഷെ ബാക്ടീരിയൽ ജീനോമിന്റെ കണ്ടീഷനിൽ നമുക്ക് ഹൈ എക്സ്പ്രഷൻ ഓഫ് ബീറ്റ ഗലക്ടോസിഡേസ് ഉണ്ടാവും. ബീറ്റ ഗലക്ടോസിഡേസ് ഹൈ ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പെർമിയേസും അല്ലെ, പെർമിയേസും ഇവിടെ ഹൈ ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ബീറ്റ ഗലക്ടോസിഡേസ് അപ്പോഴും എന്താണ്, മ്യൂട്ടന്റ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താ വെച്ചാല്, വെരി ഹൈ ആയിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി സി എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, ലാക്ടോസ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ലാക്ടോസ് വന്നാലും സെയിം കണ്ടീഷൻ ആണ്, രണ്ട് ഇതിലും എന്തായിരിക്കും, ഇവിടെ ഓൺ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ രണ്ടിലും നമുക്ക് ഓൺ തന്നെ ആയിരിക്കും ഇവിടെയും വരുമ്പോൾ. അപ്പൊ ലാക്ടോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലാക്ടോസ് ഇവിടെ ആര് മെറ്റബോളൈസ് ചെയ്യും, ബീറ്റ ഗലക്ടോസിഡേസ് മെറ്റബോളൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു മെറ്റബോളൈസേഷൻ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ബീറ്റ ഗലക്ടോസിഡേസ് എന്തിനും കൂടെ യൂസ് ചെയ്യും, അടുത്ത ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവര് മീൻസ് അവരുടെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്, മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നേരത്തെ ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്രയാണോ നമുക്ക് ബീറ്റ ഗലക്ടോസിഡേസ് ഉണ്ടായിട്ടുള്ളത് അതിനേക്കാൾ കുറവായിരിക്കും അല്ലെ, ബിലോ. അതായത് സി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ബിനേക്കാൾ കുറവായിരിക്കും. സി ഈസ് ലെസ് ദാൻ ബി ആണ് വരിക. സി എന്ന് പറയുന്ന കണ്ടീഷനിൽ കുറച്ചും കൂടി ബീറ്റ ഗലക്ടോസിഡേസിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് വളരെ
അതിനേക്കാൾ കുറവായിരിക്കും. ബി എന്ന് പറയുന്ന കണ്ടീഷനേക്കാൾ കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസും ലാക്ടോസും യൂസ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഡി എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്ലൂക്കോസും ലാക്ടോസും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ആണ്. അപ്പോ ഒരു ഈക്കോളൈ ബാക്ടീരിയ ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു മീഡിയത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയത്തിൽ ആ ബാക്ടീരിയ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് ഹാപ്പൻ, ഇവർ ആദ്യം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തായിരിക്കും? ബാക്ടീരിയ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ ആയിരിക്കും. എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുക? ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നോർമൽ കേസിൽ ആ ഒരു മീഡിയത്തിൽ എത്ര മോൾ ഓഫ് ഗ്ലൂക്കോസ് ആണോ ഉള്ളത് അത്ര മോൾ ഓഫ് ഗ്ലൂക്കോസ് തീരുന്നത് വരെ ഇവിടെ ലാക്ടോസിനെ സെല്ലിന്റെ അകത്തേക്ക് എടുക്കൂല. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ലാക്ടോപ്രോണ് ഇൻഹിബിറ്റഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റബോളൈറ്റ് റെപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാറ്റബോളൈറ്റ് റെപ്രഷൻ ഇവിടെ സംഭവിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നോർമൽ കേസിൽ അവിടെ സിന്തസിസ് വളരെ കുറവായിരിക്കും. അതായത് ബേസൽ ലെവലിനേക്കാൾ മേ ബി കുറച്ചധികം ഉണ്ടാവാം, അത്രേ ഉള്ളൂ കേട്ടോ. ബേസൽ ലെവൽ ഒന്നെങ്കിൽ ബേസൽ ലെവലിന്റെ ഏകദേശം ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാവാനും എന്ത് ചെയ്യും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ ABCD കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ എ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു അല്ലെ, എ എന്ന് പറയുന്ന കണ്ടീഷനിൽ ബേസൽ ലെവലിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ബേസൽ ലെവലാണ് ഇവിടെ. നിങ്ങൾ ഈ F' പ്ലാസ്മിഡിന്റെ കേസ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കാരണം F' പ്ലാസ്മിഡിൽ നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള ബീറ്റ ഗലക്ടോസിഡേസ് അല്ല ഇവിടെ ഉണ്ടാവുന്നത്, മ്യൂട്ടന്റ് ആണ്. മ്യൂട്ടന്റ് ബീറ്റ ഗലക്ടോസിഡേസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഗലക്ടോസിഡേസിന്റെ ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മെറ്റബിളൈസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും കെമിക്കൽസിനെ ആയിരിക്കും ഇവര് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു കളറിങ് ഏജന്റ് ഉണ്ടാവും. അപ്പൊ ആ കളറിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടാവുമോ ആ കളറിമെട്രി യൂസ് ചെയ്തിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ഇവരുടെ ആക്ടിവിറ്റീനെ നമ്മൾ ബയോകെമിക്കലി എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു F' പ്ലാസ്മിഡിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്ന ബീറ്റ ഗലക്ടോസിഡേസ് ഒരു വിധേനയും എന്തല്ല, യൂസ്ഫുൾ അല്ല, കാരണം അവർ മ്യൂട്ടേറ്റഡ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ബേസൽ ആണ് വരിക. ബി എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബീറ്റ ഗലക്ടർ. അപ്പൊ എ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ നോക്കൂ അല്ലെ, ബേസിലാണ്. ബി എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലെ, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അതാണ്. അതിനേക്കാൾ കുറവാണ് സിയിൽ വരിക. ഡി എന്ന് പറയുന്നത് ചിലപ്പോൾ എയുടെ സെയിം ആയിരിക്കും, ചിലപ്പോൾ എനേക്കാൾ കുറവായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ തേർഡ് ഗ്രാഫ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ജീൻ റെഗുലേഷനിൽ ഈ ഒരു എന്താ പറയാ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇതൊരു C-പാർട്ട് ക്വസ്റ്റ്യനും കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്ടീരിയൽ ജീൻ റെഗുലേഷനിലെ ലാക്ടോസ് എന്ന് പറയുന്ന ലാക്ടോപ്രോൺ മെറ്റബോളിസം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് എ വെരി ഈസി ടെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം കേട്ടോ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ കാറ്റബോളൈറ്റ് റെപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്താന്ന് വെച്ചാല് ഇവിടെയും നമുക്ക് മീറോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, പാർഷ്യൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രെയിൻ ആയിരിക്കും അല്ലെ, ഒരു കേസാണ് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ ഹിയർ വി ക്യാൻ ഫൗണ്ട് ദാറ്റ് okay
ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ഈക്വലൈ കാറ്റബോളൈറ്റ് റെപ്രഷൻ ഓഫ് എ ലാക് ഓപ്രോൺ ബൈ ഗ്ലൂക്കോസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ ഡിഫറെന്റ് ലെവൽ ഓഫ് CAMP ഇൻ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പൊ ഈക്വലൈയിൽ നമുക്ക് കാറ്റബോളൈറ്റ് റെപ്രഷൻ ഉണ്ട്, അതായത് ഗ്ലൂക്കോസ് പ്രസന്റ് ആണെങ്കിൽ ഗ്ലൂക്കോസും ലാക്ടോസും അറ്റ് എ സെയിം ടൈം നമുക്ക് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ ആഡഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ഗ്ലൂക്കോസിനെ ആയിരിക്കും. എന്നിട്ടായിരിക്കും അവർ ലാക്ടോസിനെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ആക്ച്വലി കാറ്റബോളൈറ്റ് റെപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെരിമെന്റലി കാണിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഷോ ദാറ്റ് കാറ്റബോളൈറ്റ് റെപ്രഷൻ because the activity of lac permease was inhibited in the presence of glucose. അതായത് നമുക്ക് അത് ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ കാറ്റബോളൈറ്റ് റെപ്രഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പെർമിയേസ് ഇൻഹിബിറ്റ് ആവുന്നുണ്ട്. അപ്പൊ പെർമിയേസ് ഇൻഹിബിറ്റഡ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? സെല്ലിന്റെ പുറത്ത് മീഡിയത്തിലുള്ള ലാക്ടോസിനെ അവർക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എനിവേ ഇവിടെ രണ്ടാമത്തെ കേസിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലോട്ട് കറക്റ്റ്ലി റെപ്രസെന്റ് ദ ഗ്രോത്ത് പാറ്റേൺ ഓഫ് മ്യൂട്ടന്റ് E. coli with a loss of function mutation in LAC-I gene growing in a medium containing glucose and lactose. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഒരു LAC-I ജീന്, LAC-I ജീൻ എന്ന് പറയുന്നത് എന്താണ്? റെപ്രസർ ജീൻ ആയിരിക്കും. അപ്പൊ ആ റെപ്രസർ ജീനിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ട്. ആ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള E. coli എന്ത് ചെയ്യാണ്? ഗ്ലൂക്കോസും ലാക്ടോസും ഉള്ള ഒരു കണ്ടീഷനിൽ അത് വളരെയാണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ബാക്ടീരിയൽ ഡെൻസിറ്റി ഓൾറെഡി ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് ഒരു ഗ്രോത്ത് കർവ് നമുക്ക് വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള E. coliയുടെ കേസിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള കേസിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. E. coliയിൽ കാറ്റബോളൈറ്റ് റെപ്രഷൻ ഉണ്ടാവും. ആദ്യത്തെ ബാക്ടീരിയൽ ഡെൻസിറ്റി ഫുള്ളായിട്ട് ആദ്യത്തെ 2 മുതൽ 4 മണിക്കൂർ വരെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആണ് അവർ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ആ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് ഫുള്ളായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ലാക്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ലാക്ടോസിനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്ടീരിയയുടെ ഗ്രോത്ത് റീറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം എന്ത് നടക്കണം? ലാക് ഓപ്രോൺ ഓൺ ആയി മാക്സിമം എക്സ്പ്രഷൻ ഓഫ് ബീറ്റാ ഗലക്ടോസിഡേസ് ആൻഡ് ലാക് പെർമിയേസ് നടക്കണം. ആ ഒരു ബിൽഡപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് ഇത്. ഈ ഒരു സമയത്ത് സ്റ്റേഷനറി ആയിരിക്കും ബാക്ടീരിയയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം എമൗണ്ട് ഓഫ് ലാക്ടോസ് ഉള്ളിലേക്ക് മീൻസ് ഈ പറഞ്ഞ ബീറ്റാ ഗലക്ടോസിഡേസിനെയും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? ഇവിടെ വീണ്ടും ഒരു ഒരു രണ്ടാമത് ഒരു വലിയ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇവിടെ 2 ഗ്രോത്തുകൾ നമുക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ ഡയോക്സിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ഡയോക്സിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഡയോക്സിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നോർമൽ ആയിട്ടുള്ള E. coliയുടെ കേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു തന്നു, നമുക്കൊരു സെക്കൻഡ് മോഡൽ പറഞ്ഞു തരികയാണ്. സെക്കൻഡ് മോഡൽ അതായത് ഇവിടെ എന്താണ്? ദാറ്റ് ഇസ് സെക്കൻഡ് മോഡലിൽ പറയുന്നത് യെസ് ദാറ്റ് ഇസ് ദ മ്യൂട്ടന്റ് അല്ലെ. മ്യൂട്ടന്റ് ആയിട്ടുള്ള E. coliയുടെ കേസിൽ അതായത് ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് മ്യൂട്ടേഷൻ ആണ് ഇവിടെ എന്താർക്ക് സംഭവിച്ചിട്ടുള്ളത്? ലാക് റെപ്രസറിന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ എങ്ങനെയാണ് ഗ്ലൂക്കോസിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കേസിൽ ഈ ഒരു ഏത് കേസിലാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ
ഈ ഏത് കേസിലാണെങ്കിലും നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂക്കോസ് ഉള്ള ഒരു കണ്ടീഷനാണ്. ഗ്ലൂക്കോസ് ഓൾറെഡി ഇവിടെ പ്രസന്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോ ഈക്കോളൈ മ്യൂട്ടന്റ് ഇവിടെ എന്താണ്, റെപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ സോറി റെപ്രസർ ഇവിടെ എന്താണ്, മ്യൂട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ പറയാണ് മ്യൂട്ടന്റ് ആയിട്ടുള്ള ലാക്ക് ഐ ആണ്, ലോസ് ഓഫ് ഫങ്ഷൻ ആയിട്ടുള്ള മ്യൂട്ടേഷൻ ആണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഓപ്പറേറ്റർ ആക്ച്വലി ഫ്രീ ആണ് അല്ലെ, ഓപ്പറേറ്റർ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ RNA പോളിമറേസിന് ഈ ഓപ്പറേറ്ററിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ബൈൻഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലാക്കോപ്രോണിനെ ഓൺ ആക്കാം. ലാക്കോപ്രോണിനെ ഇവർക്ക് എന്ത് ചെയ്യാം, ഓൺ ആക്കാം. അങ്ങനെ ഓൺ ആക്കിയാൽ നമുക്കറിയാം ഇവിടെ ബീറ്റ ഗലക്ടോസിഡേസും അതുപോലെ തന്നെ പെർമിയേസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങും. കോൺസെൻട്രേഷൻ ബേസിസിൽ എക്സ്പ്രഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ബീറ്റ ഗലക്ടോസിഡേസും പെർമിയേസും ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എത്ര പെർമിയേസ് ഉണ്ടായിട്ടും എത്ര ബീറ്റ ഗലക്ടോസിഡേസ് ഉണ്ടായിട്ടും കാര്യമല്ല. ഇവിടെ എന്ത് സംഭവിക്കും, ആദ്യത്തെ ഒരു 2 to 4 hours വരെ അല്ലെ, മേ ബി അതായത് ഉദ്ദേശിക്കുന്നത് എത്രയാണോ, എത്ര മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ആണോ ഇവിടെ മീഡിയത്തിൽ ഉള്ളത്, അത് ഡിപ്ലീറ്റ് ആവുന്നത് വരെ ഇവരെന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ആയിരിക്കും മെറ്റാബോളൈസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ആൻഡ് അതിനുശേഷം ഇവരെന്ത് ചെയ്യും, ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്ലൂക്കോസ് ജസ്റ്റ് ഒന്ന് മെറ്റാബോളൈസ് ചെയ്യുന്ന സമയത്ത് അല്ല, ഗ്ലൂക്കോസ് ഡിപ്ലീറ്റ് ആവുന്ന ആ ഒരു പോയിന്റ് വരും. ഡിപ്ലീറ്റഡ് ആയിട്ട് ഗ്ലൂക്കോസ് ഡിപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് അവരെന്ത് ചെയ്യും, പിന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെയുള്ള ഓൾറെഡി ഹൈലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ബീറ്റ ഗലക്ടോസിഡേസിനെ സോറി പെർമിയേസിനെ എന്ത് ചെയ്യാം, മീഡിയത്തിൽ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലേ, ഫുൾ ഗ്ലൂക്കോസ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഡിപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ് മെറ്റബോളൈസിനെ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ ദർ ഇസ് നോ ഗ്ലൂക്കോസ് അല്ലെ, ഗ്ലൂക്കോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിയേസ് എന്താണ്, ആക്ടിവേറ്റഡ് ആയിരിക്കും. പെർമിയേസ് ഇവിടെ എന്താണ്, ആക്ടിവേറ്റഡ് ആണ്. അപ്പോ പെർമിയേസ് ഇവര് ഗ്ലൂക്കോസ് ഇല്ലാത്ത പോയിന്റ് തൊട്ട് നമുക്കറിയാം ലാക്ടൈജീന് ഇല്ല, ലാക്ടൈജീന്റെ ഫങ്ഷൻ ഇല്ല, ഇവിടെ റെപ്രഷൻ ഇല്ല. സ്റ്റാർട്ടിങ് മുതൽ തന്നെ പെർമിയേസ് ഹൈ എമൗണ്ട് ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൈ എമൗണ്ട് ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ എന്താ, ഇപ്പൊ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇവരിങ്ങനെ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഗ്ലൂക്കോസ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗ്ലൂക്കോസ് അവര് യൂട്ടിലൈസ് ചെയ്ത്, സാധാരണ നമുക്ക് ഇവിടെ ഒരു ലാഗ് ഫേസ് ഉണ്ട്, നോർമലി ഈ ഭാഗത്ത് നമുക്കൊരു ലാഗ് ഫേസ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ലാഗ് ഫേസ് ഇവിടെ അത്രയ്ക്ക് ഇവിടെ കാണിക്കൂല, കാരണം ഇവിടെ ഓൾറെഡി ലാഗ് റെപ്രസർ ഇല്ലാത്തത് കൊണ്ട് വിത്തൗട്ട് ഇൻഡ്യൂസർ ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ട് ബീറ്റ ഗലക്ടോസിഡേസും പെർമിയേസും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഗ്ലൂക്കോസ് ഡിപ്ലീറ്റ് ആവുന്ന പോയിന്റിൽ പെർമിയേസ് ആക്റ്റീവ് ആവുകയും അങ്ങനെ പെർമിയേസ് എന്ത് ചെയ്യും, മീഡിയത്തിലുള്ള ലാക്ടോസിനെ യൂസ് ചെയ്യാൻ തുടങ്ങും. ലാക്ടോസ് മീഡിയത്തിലേക്ക് സെല്ലിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ബീറ്റ ഗലക്ടോസിഡേസ് എന്ത് ചെയ്യും, അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങും, അതിനെ വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഇത് ഇടയിലുള്ള ഈ ഒരു ലാഗ് ഫേസ് ആക്ച്വലി ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാ, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കുറയാനോ ഒക്കെ സാധ്യത വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 to 4 അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലൂക്കോസിന്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ലാഗ് ഫേസ് ഇല്ലെങ്കിൽ വീണ്ടും ആ ഗ്രോത്ത് അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ സ്റ്റേഷനറി ആയിട്ട് മാറാം എന്നുള്ളതാണ്. സോ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, യെസ്. അപ്പൊ ഇത് ആക്ച്വലി കാറ്റബോളൈറ്റ് റെപ്രഷനും ഡയോക്സിക് ഗ്രോത്തും ഒക്കെ റിലേറ്റ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ മ്യൂട്ടേഷനും മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആക്ച്വലി സി പാർട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഇനി ലാസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതും ലാക്ടോപ്രോണി എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ജീൻ റെഗുലേഷനിൽ ഈ ഒരു ലാക്ടോപ്രോൺ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സീ ഹിയർ, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈക്കോളൈ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഡിഫറെന്റ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻസിൽ ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 3 എക്സ്പെരിമെന്റൽ കണ്ടീഷൻസിൽ ഈക്കോളൈനെ ഗ്രോ ചെയ്തു. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഫസ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ഗ്ലൂക്കോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്ലൂക്കോസ് ആണ് കാർബൺ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ മീഡിയം, അതിനകത്ത് ഗ്ലൂക്കോസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, ഗലക്ടോസും ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസും ഉണ്ടായിരുന്നു, ഗലക്ടോസും ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കണ്ടീഷനിൽ എന്താണ്, ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയോഫേജിനെയാണ് ഇവർ മീഡിയത്തിൽ കൊടുത്തത്. ഓക്കെ, അങ്ങനെ 3 കണ്ടീഷൻസുകളാണ് നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യത്തെ കേസിൽ ഇവര് ഗ്ലൂക്കോസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഗ്ലൂക്കോസ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാ ഗ്രാഫ് വരുന്നുണ്ടാവുക, ഇവിടെ ബാക്ടീരിയയുടെ ഡെൻസിറ്റി അഥവാ നമ്പർ ഓഫ് സെല്ലാണ് കൊടുത്തിട്ടുള്ളത്, ഇത് ടൈമും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ അവർ ഗ്ലൂക്കോസ് മെറ്റബിളൈസ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെ അവര് മാക്സിമം ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് മാക്സിമം ഇവരുടെ ഗ്രോത്ത് ഹൈ ആവും. അങ്ങനെ ഇവർ അവസാനം ഗ്രോത്ത് എന്ത് ചെയ്യും, ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് എത്തും. ഇങ്ങനെ ഒരു സിഗ്മോയിഡ് കർവ് ആണ് നമുക്ക് ഗ്ലൂക്കോസ് മാത്രമുള്ള ഒരു കണ്ടീഷനിൽ കിട്ടുക. ഇനി ഗ്ലൂക്കോസും ഗലക്ടോസും കൂടി തന്നൊരു കണ്ടീഷൻ നോക്കാം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇവര് ഇനീഷ്യൽ സ്റ്റേജിൽ പറഞ്ഞ പോലെ ആദ്യം ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ആദ്യം ഇവര് ഫസ്റ്റ് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ആണ് യൂസ് ചെയ്യുക. അങ്ങനെ ഗ്ലൂക്കോസ് ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താ, അവിടെ ഗ്ലൂക്കോസ് കഴിഞ്ഞു. പിന്നെ അവർക്ക് ഉള്ളത് എന്താണ്, ലാക്ടോസ് അല്ല ഗലക്ടോസ് ആണ്. അപ്പൊ ഗലക്ടോസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഗലക്ടോസ് വേറൊരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള മറ്റൊരു, ആക്ച്വലി എന്താ പറയാ, ലാക്ടോസിനൊക്കെ പോലെ തന്നെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോ ഗലക്ടോസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, ഇവര് ചെറിയ ഒരു ലാഗ് ഫേസ് ഇവിടെ ഉണ്ടാവുകയും പിന്നെ അത് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോവാണ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ലാഗ് ഫേസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരു ലാഗ് ഫേസ് നമുക്ക് എ എന്ന് പറയുന്ന കേർവില് കാണിക്കുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസിലും ഗലക്ടോസിനെ എൻകോഡ് ചെയ്യുന്ന ഗ്ലൂക്കോസും ഗലക്ടോസും കൊടുത്തിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന കേർവ്. ഗ്ലൂക്കോസും ഗലക്ടോസും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ ബി എന്ന് പറയുന്ന കേർവ് അല്ലെ, ബി എന്ന് പറയുന്ന കേർവ് നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്മോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് കേർവ് ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ മീൻസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റേഷനറി ഫേസിലേക്ക് എത്താണ്. സോ ബി കേർവ് ആക്ച്വലി ഗ്ലൂക്കോസ് മാത്രം കൊടുക്കുന്ന കണ്ടീഷനാണ്. പിന്നെ ബാക്ടീരിയോഫേജ് ആണ്. അപ്പൊ ബാക്ടീരിയോഫേജ് ഉണ്ടെങ്കിലത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും, ഇവര് ഈ മീഡിയത്തിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരികയാണ് അല്ലെ. ഇനീഷ്യൽ സ്റ്റേജിൽ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഉള്ള ബാക്ടീരിയനൊക്കെ ആര് ആര് ഇൻഫെക്ട് ചെയ്യും, പാത്തോജൻ അല്ലെങ്കിൽ എന്താ പറയാ ബാക്ടീരിയോഫേജ് ഇവിടെ അവരെ മീൻസ് ഇൻഫെക്ട് ചെയ്യും. അങ്ങനെ ഇൻഫെക്ട് ചെയ്തു ആദ്യം ബാക്ടീരിയ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കൂല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻക്യുബേഷൻ പീരീഡിൽ എന്താ സംഭവിക്കുക, ഈ ബാക്ടീരിയൽ സെല്ലിന്റെ അകത്ത് വൈറസ് കയറിയിട്ട് എന്ത് ചെയ്യും, മാക്സിമം അവർക്ക് ആവശ്യമുള്ള ക്യാപ്സിഡും പ്രോട്ടീൻസും അവരുടെ വൈറൽ മെറ്റീരിയലും ജനറ്റിക് മെറ്റീരിയലും ഒക്കെ അവർ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു സ്പെസിഫിക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ വൈറസ് പാർട്ടിക്കിളിന്റെ അസംബ്ലി ഉണ്ടാവും അല്ലെ. വൈറസ് പാർട്ടിക്കിളിന്റെ ഒരു അസംബ്ലി നടക്കും.
ആ അസംബ്ലി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും, ലൈറ്റിക് ആയിട്ടുള്ള ഫേസിലേക്കാ പോവുക. അപ്പൊ ഹോസ്റ്റിന്റെ സെല്ല് ഫുൾ എന്ത് ചെയ്യും, അവര് ബ്രേക്ക് ചെയ്യും, ഫുൾ പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് അവര് പുറത്തേക്ക് വരിക ചെയ്യും. ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും, സെല്ലിന്റെ നമ്പർ 0 ആയിട്ട് വരും. അപ്പോ സി എന്ന് പറയുന്ന കേർവ് എന്തായിരിക്കും, വൈറസ് ഇൻഫെക്ഷൻ ആണ് വരിക. ആക്ച്വലി സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഉള്ള ക്ലാസ്സുകളും ഒക്കെയാണ് നമ്മളുടേത്. മാത്രമല്ല നിങ്ങൾക്ക് PYQs അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സസ് എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രീ ഗൈഡൻസ് ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനും ഫ്രീ സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ മന്ത്ലി ഫ്രീ മെഗാമോക്ക് ടെസ്റ്റുകൾ, എക്സാം നോട്ടിഫിക്കേഷൻ, ഡെയിലി 4 to 6 പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന നമ്മുടെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആക്സസ് കിട്ടും. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അല്ല നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.